ശ്ലീഹാകാലം 6-ാം തിങ്കൾ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. പ്രകൃതിയിലേക്കൊന്ന് നോക്കുക. അവിടെ നല്ല മൃഗങ്ങളും നല്ല മരങ്ങളും നാം കാണുന്നു. അതുപോലെ തന്നെ ലോകത്തിൽ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരുമുണ്ട്. നന്മയോടുകൂടിയാണ് ഓരോ കുഞ്ഞും സൃഷ്ടിക്കപ്പെടുന്നത്. ജീവിത സാഹചര്യങ്ങളും ചീത്ത ഇടപെടലുകളുമാണ് അവനെ തിന്മയുള്ളവനാക്കുന്നത്. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങളും നല്ല സഹവാസങ്ങളും ഉള്ളവരാവുക. ഹൃദയം നന്മ കൊണ്ട് നിറയും. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും നന്മകളും തിന്മകളും അവനായി മാറ്റിവെക്കപ്പെട്ട ഭണ്ഡാരങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അതിന്റെ തോതനുസരിച്ചാണ് അന്ത്യദിനത്തിൽ വിധി പ്രസ്താവിക്കപ്പെടുക. സ്വർഗത്തിലും സമാനമായ ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലുള്ള സകല നന്മകളും സൂക്ഷിക്കപ്പെടാനുള്ള ഭണ്ഡാരം അതിൽ നിന്ന് സൗജന്യമായി വിതരണം ചെയ്യപ്പെടുന്നതിനാലാണ് ലോകം നശിപ്പിക്കപ്പെടാതെ നിലനിൽക്കുന്നത്.